ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 2022 അമേരിക്കൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഒന്ന് പറയാം, നിങ്ങളൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ ടോൺ ആൻഡ് പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദ പോയം സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ്. അപ്പോൾ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയം ഇപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചോദിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു പടം നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കൂടുതൽ നോക്കുക, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ടോണും പോയിൻ്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതാണ്. ആ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയത്തിൽ എന്താണ് അതിൻ്റെ ടോൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൽ കുറേ വാറിനെ കുറിച്ച് പറയുന്നുണ്ട്. വാറിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാറിലൂടെ ഫെയിലിയർ ആവുന്നവരെ കുറിച്ചിട്ടും സക്സസ് ആവുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹീറോയിക് ആയിട്ടുള്ളൊരു ടോൺ അതിൽ കാണുന്നുണ്ട്. അതായത് സക്സസ് ആവണം, ഒരു ഹീറോ ആണ് എപ്പോഴും നമ്മൾ സക്സസ് ആവുന്ന ഒരാൾ എന്നുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ ഒരു ഹീറോയിക് ടോൺ അതിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു എന്തൂസിയാസാണ്, അതായത് നമുക്കൊരു ഉന്മേഷമാണ് അതിലൂടെ തരുന്നത്. ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു ടോണാണ് എന്ന് പറയാം. നിങ്ങൾക്ക് അതിൽ നിന്ന് വായിച്ചിട്ട് എന്താണോ മനസ്സിലാവുന്നത്, അതിൻ്റെ ഒരു ടോണ് അതിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ടോൺ, ഇതാണ് അതിൻ്റെ ഒരു ടോൺ എന്നുള്ളത്, അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അപ്പം ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ ഒരു ഹീറോയിക് ടോൺ അല്ലെങ്കിൽ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു ടോണിലൂടെ ആണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടേതായ രീതിയിലുള്ളൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. നമ്മൾ കൂടുതൽ അറിവോടുകൂടെ അല്ലെങ്കിൽ സക്സസ് ആയിരിക്കണം എന്നുള്ളൊരു സംഭവം. അതായത് ഫെയിലിയർ ചെയ്യുന്നവർക്ക് ആ സക്സസിൻ്റെ കൂടുതൽ വില അറിയുക എന്നൊക്കെയുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എൻലൈറ്റഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം എന്തൂസിയാസ്റ്റിക് ആണ്, ഒരു ഹീറോയിക് ടോൺ അതിലൂടെ വരുന്നുണ്ട്, നമ്മളതിലൂടെ ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ അതിൽ വേറൊരു സാധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളത്. അപ്പോൾ പോയിൻ്റ് ഓഫ് വ്യൂ എന്താണ്, അത് ആ ഒരു പടത്തിൻ്റെ മെയിൻ തീം തന്നെയാണ് അതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. പീപ്പിൾ എന്ത് ചെയ്യുന്നു, ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അങ്ങനെ ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്കാണ് സക്സസിനെ ബെറ്ററായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് അതിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എഴുതാം, എന്താണ് നിങ്ങൾക്ക് അതിന് മനസ്സിലായത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ എന്താണ്, ഹൗ ഡസ് സാന്റിയാഗോ കിൽസ് ദ മാർലിൻ. എങ്ങനെയാണ് മാർലിൻ എന്ന് പറഞ്ഞാൽ ഫിഷാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് സാന്റിയാഗോ കൊന്നത് എന്നുള്ളത്. അപ്പോൾ അന്ന് ക്ലാസ്സിൽ കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പിയർ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഹാർപ്പൂൺ എന്നാണ് അതിനെ പറയുക. ഈ ഫിഷിനെയൊക്കെ പിടിക്കാൻ പോകുന്ന ആളുകളുടെ അടുത്ത് ഉണ്ടാകുന്നൊരു എന്താ പറയുക, ഒരു കോലും ഒരു കുന്തത്തിൻ്റെ ലുക്ക് വരുന്നൊരു സംഭവമാണ് ഹാർപ്പൂൺ. അപ്പോൾ അത് വെച്ചിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ ആദ്യം അദ്ദേഹം സെവറൽ ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് ആ ഒരു ഫിഷിനെ, മാർലിനെ. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന് അത് മിസ്സായി പോവുകയാണ്, അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അദ്ദേഹം വീക്കായി പോവുകയാണ്, കൂടുതൽ വീക്കറായി മാറുകയാണ്. ഫൈനലി അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ട്രെങ്ത്തും വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഭയങ്കര അദ്ദേഹത്തിൻ്റെ പെയിനും പ്രൈഡും എല്ലാം കൂടി വെച്ചിട്ട് അദ്ദേഹം ആ ഒരു ഫിഷിൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലോട്ട് പ്ലങ് ചെയ്യുകയാണ് ഈ ഒരു ഹാർപ്പൂൺ. അങ്ങനെയാണ് അറ്റ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു മാർലിൻ എന്ന് പറഞ്ഞ ഫിഷിനെ പിടിക്കുന്നത്. പിന്നെ ഇത് പറയുമ്പോൾ നിങ്ങൾ ആ ക്യാരക്ടറിൻ്റെ പേര് മറന്നു പോകരുത് കേട്ടോ. അതായത് മാർലിൻ എന്ന് പറഞ്ഞാൽ ആ ഫിഷാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് മെനോളിൻ എന്ന് പറയുന്ന ആ പയ്യനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ക്യാരക്ടേഴ്സും നമ്മൾ നിങ്ങൾക്ക് മാറിപ്പോകരുത്, ഫിഷിനെയും പിന്നെ ആ ഒരു കൂടെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പയ്യൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ഒരു ബോയ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ പേരുകൾ തമ്മിൽ ചേഞ്ച് ആയി പോകരുത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ പോയം തുലിപ്സ് വാട്ട് ഡസ് ദ സ്പീക്കർ കംപ്ലെയിൻ അബൌട്ട്. എന്താണ് തുലിപ്സ് എന്ന് പറഞ്ഞ പോയത്തിൽ സ്പീക്കർ കംപ്ലെയിൻ ചെയ്യുന്നത് എന്ന്. അതായത് തുലിപ്സ് ഫ്ലവേഴ്സ് ടു റെഡാണ്, അത് അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്, അത് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അവരെ പീസ്ഫുൾ സറൗണ്ടിങ്സിനെ എന്നല്ലേ. അതായത് അവർ ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ട് വളരെ ക്വയറ്റായിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ആ തുലിപ്സ് ഫ്ലവേഴ്സ് അവരുടെ കണ്ണുകളെ ഹേർട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്താണ് 2023 ഉള്ള പ്രീവിയസ് പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കാം കേട്ടോ. ഓക്കെ, അതവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ തുലിപ്സ് ഫ്ലവേഴ്സിന് ഒരു ലൗഡ് നോയ്സ്, അതിൻ്റെ ബ്രീത്ത് ചെയ്യുന്ന നോയ്സൊക്കെ അതിന് കേൾക്കുന്നുണ്ട്. അതായത് റിയാലിറ്റി അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. തുലിപ്സ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെയുള്ള വേൾഡിൽ നിന്നാണ്, റിയൽ വേൾഡ് ഔട്ട്സൈഡ് വേൾഡത്തെയാണ്. ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവർ ഭയങ്കര ക്വയറ്റ് ആൻഡ് കാമാണ്, ഇതാണ് അവർക്ക് ഇഷ്ടം, മരണമാണ് അവർക്ക് ഇഷ്ടം എന്നുള്ള രീതിയിൽ പറയുകയാണ്. മറ്റേതൊക്കെ അവരെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് സൺ ഇൻ മൈ പപ്പാസ് വാൾസ്.
എന്താണ് അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. മൈ പപ്പാസ് വോൾസിൽ അച്ഛൻ്റെയും മകനെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് അച്ഛനും മകനും, ആ മകൻ അച്ഛനോട് എന്താണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയമുണ്ട്, എന്നാൽ ആ ഫിയർ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. അച്ഛനാണെങ്കിലും അതിമറന്ന് കുട്ടീനെയായിട്ട് ഡാൻസ് ചെയ്യുകയാണ്. പക്ഷേ കുട്ടിക്ക് ഒരുപാട് മുറിവുകൾ പറ്റുന്നുണ്ട്, കുട്ടിക്ക് വേദനിക്കുന്നുണ്ട്, കുട്ടിയുടെ തലയുമ്പോൾ താളം കൊട്ടുന്നുണ്ട്. പക്ഷേ എന്താണ്, അച്ഛനോട് ആ കുട്ടിക്ക് സ്നേഹമാണ്. പക്ഷേ എന്താ പറയുക, ഉള്ളിൽ ഭയങ്കര വല്ലാത്തൊരു ഫിയറും കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ഇൻ നാനി വാട്ട് ഡസ് ഡെസിഗ്നേറ്റഡ് ഡെഫ്നെസ് സിഗ്നിഫൈ. നാനിയിൽ ഡെസിഗ്നേറ്റഡ് ഡെഫ്നെസ് എന്ന് പറയുന്ന സംഭവം എന്തിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, എന്താണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ആ ഒരു വാക്കിൽ തന്നെ എന്താണ്, നമ്മൾ കേൾക്കാത്ത പോലെ, ഡെഫ്നെസ് ഒന്നും കേൾക്കണ്ടാത്തത് പോലെ എന്നുള്ളൊരു സാധനമാണ് അല്ലേ. അപ്പം അതിലുള്ള ഒരു ക്യാരക്ടറാണ് ഗ്രാൻഡ് മദർ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാനി മരിച്ചതിന് ശേഷം അങ്ങനെ ഒരാളെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അവരെ ഒഴിവാക്കി കളയാണ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളെ മൊത്തമാണ് ആ നാനി റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാണ്, ഉണ്ടായിരുന്ന ഒരു കാര്യത്തിന് ഇല്ലാത്ത പോലെ ആക്കി. അതായത് മൊറാലിറ്റി, അതായത് ജീവുള്ള ഒന്നിനെ മരണം ഉള്ള ഒരു സാധനമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മരിച്ചു കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് മറന്നു പോകും. പക്ഷേ നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യത്തിന് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നും ആളുകൾ ഇങ്ങനെ പറയും എന്തോ സീക്രട്ട് ഉണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ അവിടെ, എന്നും അത് ഓർത്ത് വെക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മളെ പോയറ്റ് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ആക്ച്വലി അതിനെ സാധാ പോലെ അങ്ങനെ മരിച്ചുപോയി, ഇങ്ങനെ ഒരാൾ മരിച്ചുപോയി, ആദ്യമൊക്കെ അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഇതൊരു പ്രോബ്ലം ഇല്ല. ഇതിപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ എക്സിസ്റ്റഡേ അല്ല എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഗ്രാൻഡ് മദർ ആണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്, ഡെസിഗ്നേറ്റഡ് ഡെഫ്നെസ്, മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, മറന്നു പോവുക, ഫോർഗെറ്റ് ചെയ്യുക അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നുള്ളത്. ഡെഫിനറ്റ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു, അതിനെ ഇൻഡെഫിനറ്റ് ആയിട്ട് കാണുക. ഒരു മൊറാലിറ്റീനെ ഇമ്മൊറാലിറ്റി എന്നുള്ള രീതി, അങ്ങനെ കുറേ ടേംസുകൾ ആ ഒരു പോയത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് എഴുതുക കേട്ടോ. പിന്നെ അടുത്തത് ആറാമത്തെ അല്ലേ, വാട്ട് ആർ ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ പോയം ആഫ്രിക്ക. എന്ത് പോയറ്റിക് ഡിവൈസാണ് ആഫ്രിക്ക എന്ന് പറഞ്ഞ പോയത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്? പേഴ്സോണിഫിക്കേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആഫ്രിക്ക എന്ന് പറയുന്ന ആഫ്രിക്കേനെ എന്താണ്, നീ, യു എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു വരിയുണ്ട്, ഐ ഹാവ് നെവർ നോ യു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതായത് നിന്നെ എനിക്കൊരിക്കലും അറിയാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല. അപ്പോൾ യു എന്നൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷനാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു പേഴ്സോണിഫിക്കേഷൻ അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ പേഴ്സോണിഫിക്കേഷൻ ആണെന്ന് എഴുതുക, ഒരു പേഴ്സണൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതുക. പിന്നെ അത്തരത്തിൽ പേഴ്സോണിഫിക്കേഷൻ വരുന്ന 2-3 വരികൾ എന്ത് ചെയ്യുക, കോട്ട് ചെയ്തിട്ട് എഴുതുക കേട്ടോ. പിന്നെ അടുത്തത് മിമിക്രി, ഡിഫൈൻ മിമിക്രി. മിമിക്രി കഴിഞ്ഞ പേപ്പറിലും ചോദിച്ചു, ഈ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. മിമിക്രി പഠിക്കുക കേട്ടോ, നമ്മൾ നോട്ട് ബുക്കിൽ തന്നതാണ്. ഓറിയൻ്റലിസം, അതും ഇതേപോലെ 2ാമത്തെ വട്ടമാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ഓറിയൻ്റലിസം, അതും പഠിക്കുക. പിന്നെ വാട്ട് ഡസ് ദ 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ ലീവ്സ് അറൗണ്ട് ഹെർ വേസ്റ്റ് ഇൻ മിസ്റ്റിക് ഡ്രം സജസ്റ്റ്. ലീവ്സ് അറൗണ്ട് ഹെർ വേസ്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു മിസ്റ്റിക് ഡ്രം എന്ന് പറഞ്ഞ പോയത്തിൽ ഒരു സ്ത്രീ ഒരു ട്രീൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്, അവരുടെ ചുറ്റിനും ലീവ്സ് ഇങ്ങനെ വളരുന്നുണ്ട് എന്ന് പറയുന്നൊരു വരിയുണ്ട്. ഇതൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മറ്റൊരു കൾച്ചർ അവിടെ ഉണ്ടായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മിസ്റ്റിക് ഡ്രം അടിക്കുന്നു, അവരവരുടെ കൾച്ചറിൽ ഇങ്ങനെ ജീവിക്കുന്നു, മതിമറന്ന് അങ്ങനെയൊക്കെ ആവുന്നു. അപ്പോൾ ഇപ്പുറത്തൊരു സ്ത്രീ ഉണ്ട്, അതായത് ഒരു പുതിയ കൾച്ചർ ഉണ്ട്. അപ്പോൾ പുതിയ കൾച്ചർ റൂട്ട് ചെയ്യുന്നുണ്ട്, പുതിയ കൾച്ചർ അവിടെ പ്ലാന്റിങ് ഇറ്റ്സ് റൂട്ട് ദർ. അത് ദാറ്റ് വിമൻ ഈസ് നോട്ട് ജസ്റ്റ് വാച്ചിങ്, ഷീ ഈസ് ആക്ച്വലി പ്ലാന്റിങ് ഇറ്റ്സ് റൂട്ട് ദർ. അപ്പോൾ ആ ഒരു സംഭവമാണ് ന്യൂ കൾച്ചർ അവിടെ സ്പ്രൗട്ട് ചെയ്യുകയാണ് എന്നൊക്കെ ഉള്ളതാണ് ആ ഒരു ലീവ്സ് അറൗണ്ട് ഹെർ വേസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തത്, ലിസ്റ്റ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അമേരിക്കൻ ട്രാൻസെൻഡൽ മൂവ്മെൻറ്റ്. അതായത് അമേരിക്കൻ ട്രാൻസെൻഡൻ്റലിസം എന്താണെന്നുള്ളതാണ് എഴുതേണ്ടത്. നോട്ടിലുണ്ട്, പഠിച്ചിട്ട് എഴുതുക കേട്ടോ. അടുത്തത്, വേർ ഈസ് ദ നരേറ്റർ ഇൻ ദിസ് ഇസ് ഫോട്ടോഗ്രാഫ് ഓഫ് മീ. ദിസ് ഇസ് ഫോട്ടോഗ്രാഫ് ഓഫ് മീ എന്ന് പറയുന്ന ഇതിലെ നരേറ്റർ എവിടെയാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 23-ൽ ഓൾറെഡി പറഞ്ഞു. എവിടെയാണ്? ഒരു ലേക്കിലാണ്, ലേക്കിൻ്റെ ഉള്ളിലാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം അല്ലേ. ലേക്ക് ഉണ്ട്, ലേക്കിൻ്റെ സെൻറ്ററിലായിട്ട്, പക്ഷേ സൂക്ഷിച്ച് നോക്കണം. അടുത്തത് എന്താണ്, ഡയസ്പോറ എന്താണെന്നുള്ളത് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിട്ട് എഴുതാം.
അടുത്തത് അക്കോർഡിംഗ് ടു ഹ്യൂസ് വാട്ട് ഹാപ്പൻസ് ടു ഡെഫേർഡ് ഡ്രീംസ്. ഹ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഡെഫേർഡ് ഡ്രീംസിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 23 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. അതുതന്നെയാണ് ഇത് പിന്നെ ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, അതായത് ഒരു ഗ്രേപ്പ് പോലെയാണ്, റേസിൻ കണക്കായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതായത് സണ്ണിൻ്റെ നമ്മളിപ്പോൾ ചൂട് കൂടുന്തോറാണ് മുന്തിരിയൊക്കെ എന്ത് ചെയ്യാറുള്ളത്, ആകെ ഉണങ്ങി പോവാറുള്ളത്. അപ്പോൾ അതേപോലെ പറയുകയാണ്, അതുപോലെ ഭയങ്കര ഒരു ഗ്രേപ്പിൻ്റെ കണക്കായിരുന്നു ആദ്യം ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഹോപ്പോട് കൂടെ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടെയൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം എന്തായി, ആ ഗ്രേപ്പ് ഇങ്ങനെ ചുരുങ്ങിപ്പോയ പോലെ ആയിപ്പോയി ഡ്രീംസ് എന്ന് പറയുന്നത്. ഡെഫേർഡ് ഡ്രീംസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഇതിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഇൻസ്പയേഴ്സ് ലാഫർ ഇൻ ദ പോയം ഗുഡ് ബൈ പാർട്ടി ടു മിസ് പുഷ്പ ടി.എസ്. അതായത് ആ ഒരു മിസ് പുഷ്പ ടി.എസ് എന്ന് പറയുന്ന പോയം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചിരിയാണ് വരാറുള്ളത്. ഒരു ലാഫർ പ്രൊവോക്കിംഗ് പോയാണെന്ന് നമുക്ക് തന്നെ പറയാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, ഇതിൽ എസക്കിയിൽ എന്ത് ചെയ്യാണ്, ഒരു ഹിലാരിയസ് ആയിട്ട് ഒരു മിമിക്രി ഒരു മിമിക്കാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്, നമ്മളുടെ നാട്ടിലുള്ള ഒരു ഹാഫ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, മുഴുവനായിട്ട് എഡ്യൂക്കേഷൻ നേടിയിട്ടില്ല എന്നാൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തീരെ എഡ്യൂക്കേഷൻ അല്ലാത്ത ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഉണ്ട്. അവർ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്തോ സംഭവമാകും എന്നുള്ള ഒരു സംഭവത്തിൽ എന്ത് ചെയ്യണം, അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു മുറിയൻ ഇംഗ്ലീഷാണ് അവർക്ക് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇംഗ്ലീഷിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, മിമിക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇംഗ്ലീഷാണ് ഈ ഒരു പോയത്തിൽ മൊത്തത്തിൽ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു ലാഫർ പ്രൊവോക്കിംഗ് പോയായിട്ട് നമുക്കിതിനെ കാണാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം. രണ്ടിൻ്റെയും നോട്ട് തന്നിട്ടുണ്ട്. കൊളോണിയലിസം പഠിച്ചെഴുതുക, ഇമ്പീരിയലിസം പഠിച്ചെഴുതുക കേട്ടോ. അതാണ് 15th ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ദ ഗിഫ്റ്റ് ഓഫ് മജായ്. ഗിഫ്റ്റ് ഓഫ് മജായ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിലെ എന്താ പറയുക, അപ്രോപ്രിയേറ്റ്നെസ്, അതായത് ഈ വർക്കിലെ ടൈറ്റിൽ ഗിഫ്റ്റ് ഓഫ് മജായ് എന്ന് പറയുന്ന ടൈറ്റിൽ ആ ഒരു വർക്കിന് എത്രത്തോളം ആപ്റ്റാണ് എന്നാണ് ചോദിക്കുന്നത്. സിഗ്നിഫിക്കൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അപ്രോപ്രിയേറ്റ്നെസ് ആണത് എന്ന് ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മജായ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വൈസ്മാന് എന്ത് ചെയ്യാണ്, നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇത് ഗോസ്പൽ ഓഫ് മാത്യു പ്രകാരം, അല്ലെങ്കിൽ ഈ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്റ്റോറി പ്രകാരം എങ്ങനെയാണ് ഒരു വൈസ്മാൻ, 3 വൈസ്മെൻ എന്നാണ് പറയുന്നത്, വൈസ്മാനോ അല്ലെങ്കിൽ അവരെ മജായ് എന്ന് പറയാം. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റാറിനെ ഫോളോ ചെയ്തിട്ട് ഈസ്റ്റിൽ നിന്നും ബത്ലഹേമിലോട്ട് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്തോ നല്ലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എവിടെയോ ജീസസ് ജനിച്ചിട്ടുണ്ട്, കിങ് ജനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ ട്രാവൽ ചെയ്ത് ബത്ലഹേമിൽ എത്തിയപ്പം അവരെന്ത് ചെയ്യുകയാണ്, അവസാനം മേരീനെയും ജീസസിനെയും കാണുകയാണ്. മേരിയുടെ കുഞ്ഞ് ജീസസ്. അങ്ങനെ അവരെ കണ്ടതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാണ്, ഈ മജായ് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ക്രിസ്മസിൻ്റെ അന്നാണ് ജനിക്കുന്നത്. അപ്പോൾ എന്താണ്, അവർക്ക് ഗിഫ്റ്റ്സുകൾ ഗോൾഡും അതേപോലെ തന്നെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തൊട്ടിട്ടാണ് ക്രിസ്മസിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു സംഭവം, ഗിഫ്റ്റുകൾ പരസ്പരം കൈമാറുക എന്നുള്ളൊരു ഐതിഹ്യം പോലെ ഒരു സംഭവം വന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ജിമ്മും ബെല്ലിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് ഗിഫ്റ്റ് പരസ്പരം കൈമാറുന്നതാണ്. അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇതിന് കൊടുക്കാൻ പറ്റിയ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്, ഗിഫ്റ്റ് ഓഫ് മജായ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്സും സിഗ്നിഫിക്കൻസും നിങ്ങൾ അതിനനുസരിച്ചിട്ട് എഴുതാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സാന്റിയാഗോസ് വ്യൂസ് ഓൺ നേച്ചർ ആൻഡ് സീ. സാന്റിയാഗോനെ സംബന്ധിച്ചിടത്തോളം നേച്ചർ, സീ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് സീ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് മീനിങ് ആണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സീനെ വെച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യണതും സീനെയും നേച്ചറിനെയൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതിൽ സീ എന്ന് പറയുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നാണ്, അദ്ദേഹത്തിന് ഭയങ്കര അഫെക്ഷനാണ് ഈ സീനോട് കേട്ടോ. അതേപോലെ അദ്ദേഹം ഈ സീനെ, ഈ നേച്ചറിനെയൊക്കെ ഒരു ഫെമിനൈൻ ആയിട്ടാണ്, ഒരു സ്ത്രീ ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അത്രത്തോളം അദ്ദേഹം എന്താ പറയുക, അതത്രയും പ്യുവറായിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഷീ ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ. സീ എന്ന് പറയുന്നതിനെ ഷീ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഷീ ഒരു സ്ത്രീ ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഷീ ഈസ് എ പാർട്ട് ഓഫ് നേച്ചർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ
ഒരു ഫെമിനൈൻ എന്നുള്ളൊരു ടച്ചിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേച്ചറിനെ എന്താ പറയുക, സീനെയും ഇതിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാന്റിയാഗോ അതേപോലെ ലയൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിനും കൂടി അവിടെ പറയുന്നുണ്ട്. ലയൺ അദ്ദേഹം ഡ്രീം ചെയ്യുന്നുണ്ട് ലാസ്റ്റിലേക്ക് വെച്ചിട്ട് ഒരു ഇതൊക്കെ ഫെയിലർ ആവുമ്പോൾ ഈ ഒരു ഫിഷിനെ പിടിച്ചു, അത് പിന്നെ മറ്റുള്ള ഒക്കെ തിന്ന് ഇവിടെ ഒരു സ്കെൽട്ടൺ മാത്രമായിട്ടാണല്ലോ അദ്ദേഹം ഇവിടെ കരയിലോട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം ലയണിനെ ഡ്രീമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡ്രീം ചെയ്യുമ്പോൾ അതും ഒരു നമുക്ക് ഇതിനായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. അദ്ദേഹത്തിൻ്റെ യൂത്തിനെ റിമെമ്പർ ചെയ്യാണ് ആ ഒരു ലയണിനെ ഡ്രീം ചെയ്യുന്നത്. അപ്പോൾ ആ യൂത്തിനെ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴും അദ്ദേഹം നേച്ചറിലുള്ള ലയണിനെയും ആനിമൽസിനെയൊക്കെയാണ് അദ്ദേഹം കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത്രത്തോളം കണക്ഷനാണ് അദ്ദേഹത്തിന് നേച്ചറിനോടും സീനോടും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആൻസർ ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് വൺ ഹോമി കെബാബയുടെ പോസ്റ്റ് കൊളോണിയൽ തിയറി. അപ്പോൾ ഹോമി കെബാബയെ കുറിച്ച് എഴുതാം. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്ത കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതും എഴുതാം കേട്ടോ. പിന്നെ കൺഫെഷണൽ പോയട്രി എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ കോൺഫ്ലിക്റ്റ് ഇൻ മൈ പപ്പാസ് വാൾസ്. മൈ പപ്പാസ് വാൾസിൽ കോൺഫ്ലിക്റ്റ് എന്താണ് അവിടെ വരുന്ന ആ ഒരു സംഘർഷം എന്നുള്ളത്. അതായത് ആ ഒരു അച്ഛൻ്റെയും മകൻ്റെയും ആ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ മകൻ എന്താണ്, അച്ഛനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്, പക്ഷെ എന്താണ് അത്രത്തോളം പേടിയുണ്ട് മകൻ അച്ഛനോട്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ്. ഞാൻ ഓൾറെഡി 2023 പേപ്പറിൽ പറഞ്ഞതാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇൻസ്റ്റൻസുകളും ആ ഒരു സ്റ്റാൻസകളും എടുത്ത് അതിനെ ഓരോന്നിനെ എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സ്നേഹം അറ്റ് ദ സെയിം ടൈം ഫിയറും. ലവ് ഉണ്ട് അച്ഛനോട്, പക്ഷെ എന്ന് വെച്ചാലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ അറിയുന്നില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ മതിമറന്ന് ഡാൻസ് ചെയ്യുകയാണ്, അവിടുത്തെ സാധനങ്ങൾ തട്ടിയിടുക, അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ പോയം വായിച്ചിട്ട് അതിനനുസരിച്ച് എഴുതാം കേട്ടോ. നെക്സ്റ്റ് വൺ റെപ്രസെൻറ്റേഷൻ ഓഫ് ആർട്ട് ആൻഡ് നേച്ചർ ഇൻ അനക്ഡോട്ട് ഓഫ് ദ ജാർ. അതായത് അനക്ഡോട്ട് ഓഫ് ദ ജാറിൽ ആർട്ട് നേച്ചറിനെയൊക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന്. അതായത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്താണെങ്കിൽ നമുക്ക് ജാറിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ജാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിവിലൈസേഷൻ ആണ് അവിടെ കാണിക്കുന്നത്, ഒരു ഹ്യൂമൻ വേൾഡിനെ. അതായത് സക്സസ് ആയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ഹ്യൂമൻസ് ആണ് ഏറ്റവും വലുതായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഹ്യൂമൻസിൻ്റെ മുകളിലൊന്നുമില്ല. ഹ്യൂമൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ എന്ത് സംഭവം കണ്ടുപിടിക്കാന്നേലും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവത്തിനെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഹ്യൂമൻസ് ആണ്. ഈവൻ ആനിമൽസിനെയും നേച്ചറിനെയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു സിവിലൈസേഷൻ, ഹ്യൂമൻ വേൾഡാണ് ആ ജാർ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂ കേട്ടോ, അതും ഹ്യൂമൻസിൻ്റെ ഒരു കൺട്രോളിൽ വരുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ചുറ്റിനും നമ്മുടെ പോയത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഭയങ്കര വൈൽഡായിട്ടെന്ന്. അതായത് ഒട്ടും നീറ്റല്ല, ഒട്ടും വളരെ കെയർലെസ് ആയിട്ട്, ഒട്ടും കാമല്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നേച്ചറിനൊരു എന്താ പറയുക, ഓർഡറും കാര്യങ്ങളൊന്നുമില്ല. അതിനെ തൊട്ട് നടുക്കായിട്ട് ജാർ ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നീറ്റായിട്ട് വളർന്നിങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് കാണിക്കുന്നത് നേച്ചറും എന്താ പറയുക, ആ ഒരു നേച്ചർ എങ്ങനെയാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഭയങ്കര വൈൽഡായിട്ട് ആ ഒരു ജാർ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ഓർഡർ ആണല്ലോ, അതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ നേച്ചറിനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വൈൽഡായിട്ടുള്ളൊരു സംഭവത്തിനെ പോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര അൺടൈംഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് മെരുക്കാൻ പറ്റാത്തതെന്ന് പറയില്ലേ, ഒരു അൺടൈംഡ് വേൾഡാണ് നമ്മുടെ ചുറ്റിനും വളർന്നു വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ എഴുതാം കേട്ടോ. ഇതും ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ ആ ഒരു പോയത്തിലുള്ള ഓരോ ഇൻസ്റ്റൻസുകൾ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് എഴുതണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ലാസ്റ്റതല്ല 22nd significance of the old man and the sea ending with Santiago's dreaming of lions. അതായത് ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ലയൺസിനെ ഡ്രീം ചെയ്യുന്നുണ്ട്, ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. ഇത് ഞാനിപ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം ലയണിനെ ഡ്രീം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന്. അദ്ദേഹം ലയണിനെ ഡ്രീം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ലയൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ യൂത്താണ് റിമെമ്പർ ചെയ്യുന്നത്. അതായത് വളരെ സ്ട്രോങ് ആയിരുന്നു, അദ്ദേഹം ഭയങ്കര കേപ്പബിൾ ആയിരുന്നു ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ. അപ്പം നൗ ഹി ബിക്കം സോ ഓൾഡ്. അപ്പം അദ്ദേഹത്തിന് ഒന്നിനും പറ്റുന്നില്ല. അദ്ദേഹം എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടൊന്നും ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ബാക്കിലോട്ട് നോക്കുമ്പോൾ, ജീവിതത്തിൻ്റെ പുറകിലോട്ട് നോക്കുമ്പം അദ്ദേഹം ഒരു ബോയ് ആയിരുന്ന സമയത്ത് ഹി റിവേർഡ് ആൻഡ് ഹി റെസ്പെക്റ്റഡ് ദ ലയൺസ് ഓഫ് പ്ലേ ഓൺ ദ ബീച്ച്. അതായത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബീച്ചിലിങ്ങനെ ഓടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ സ്ട്രോങ് ആയിട്ട്, അദ്ദേഹത്തിന് ഭയങ്കര കേപ്പബിളോട് കൂടെ അദ്ദേഹത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ അതാണ് ആ ലയൺ എന്നുള്ളത് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
പിന്നെ എനിവൺ ആൻഡ് നോ വൺ ഇൻ എനിവൺ ലീവ്ഡ് ഇൻ എ പ്രെറ്റി ഹൗട്ടൺ. അപ്പോൾ ആ ഒരു പോയത്തിൽ തന്നെ പറയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് എനിവണ്ണും നോ വണ്ണും. അതായത് ഇവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോയത്തിൽ അവർ റെപ്രസെൻറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എഴുതാം കേട്ടോ. കുട്ടികൾ മാത്രമാണ് അവരുടെ ഇഷ്ടത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരും മറന്നു ഇവരുടെ തമ്മിലുള്ള ഈ അഗാധമായിട്ടുള്ള സ്നേഹം. പിന്നെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്താണ് ബറി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിൽ എഴുതാം കേട്ടോ. പിന്നെ സെക്ഷൻ സിയിലോട്ട് പോകുമ്പോൾ 24ാമത്തെ എസ്സേയിൽ വരുന്ന ഫസ്റ്റത്തെ എസ്സേ എന്താ ചോദിക്കുന്നത്, നമ്മുടെ ആഫ്രിക്കയിലും അതേപോലെ തന്നെ മിസ്റ്റിക് ഡ്രം, ഈ രണ്ട് പോയത്തിൽ കാണിച്ചിട്ടുള്ള പോസ്റ്റ് കൊളോണിയലിസത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ രണ്ട് പോയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എഴുതാം കേട്ടോ. മിസ്റ്റിക് ഡ്രമിനെ കുറിച്ചിട്ടും ആഫ്രിക്കനെ കുറിച്ചിട്ടും രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ് കൊളോണിയൽ എലമെൻസിനെ കുറിച്ചിട്ട് എഴുതാം. രണ്ടിലും ഒരു ഇമ്പീരിയലിസം കൊളോണിയലിസം ഒക്കെ തന്നെയാണ് തീമായിട്ട് വരുന്നത്. പിന്നെ ദ ഹെയറി എയ്പ്പ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ട്രാജഡി ആയിട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്നലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം യാങ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഥാപാത്രം എന്താ പറയുക, ഭയങ്കര എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എവിടെ ചെന്നാലും അവിടെ ഒരു നിലനിൽപ്പില്ലാത്ത പോലെയാണ്. അപ്പോൾ ഷിപ്പിലാണെങ്കിൽ പ്രോബ്ലമായി, വേറെ സ്ഥലത്ത് അവിടുന്ന് ജോബ് പോയി, വേറെ സ്ഥലത്ത് ഇൻഡസ്ട്രിയിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തിന് ജോബ് കിട്ടുന്നില്ല, സൂവിൽ പോയപ്പോൾ അവിടെയില്ല. അപ്പോൾ അറ്റ്ലാസ്റ്റ് അയാളുടെ ജീവിതം ഒരു ട്രാജഡി ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹെയറി എയ്പ്പ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ട്രാജഡി പോലെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം. അതിൽ ഒരു കോമഡി എന്ന് പറഞ്ഞ ജാനറിലാണ് അവർ കൊണ്ടുവന്നതെന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അന്നത്തെ ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ എന്താ പറയുക ജീവിതമാണ് പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഒരു ട്രാജഡി ആയിട്ട് നമുക്കതിനെ ഇപ്പോൾ മോഡേൺ ട്രാജഡി ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിക്ക് അതിൻ്റെ അപ്പോൾ കംപ്ലീറ്റ് പോയം എന്നാണ് ഞാനീ പറയുന്നത്. ഓക്കെ, ആ ഒരു പ്ലേ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം തൊട്ട് അവസാനം വരെയുള്ള അതിൻ്റെ സമ്മറി അതിനെ വെച്ചും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മോഡേൺ ട്രാജഡി ആണെന്നുള്ളത് എഴുതുക കേട്ടോ. പിന്നെ സൈലൻസ് ദ കോഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കീൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്ലേ ആണ്. അതെങ്ങനെയാണ് ചോദിക്കുന്നത്, അപ്പോൾ അതും എഴുതുക. എങ്ങനെയാണ് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു അതായത് അതിലത്തെ കഥാപാത്രമാണ് ബനാറെ എന്താ പറയുക, ഇൻഫാൻറ്റിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്, അതായത് അവർ കുട്ടീനെ അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവരെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ത്രീകൾക്ക് എതിരെ, അതായത് അന്നത്തെ ഒരു മിഡിൽ ക്ലാസ് ജീവിക്കുന്ന ഏതൊരാൾക്കാരും അങ്ങനത്തെ തെറ്റുകളൊക്കെ സ്ത്രീകളുടെയാണ്, ഒന്നും പുരുഷനെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അപ്പോൾ പുരുഷന്മാരുടെ പെട്രിയാർക്കൽ സൊസൈറ്റീൻ്റെ ഒരു എന്താ പറയുക, അതിന് അവരിങ്ങനെ അടിച്ചമർത്തുകയാണ് സ്ത്രീകളെ. നീ തെറ്റ് ചെയ്തു, നീയാണ് തെറ്റുകാരി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു കഥയിൽ തന്നെ നോക്കുമ്പോൾ ഈ ഒരു നമ്മളുടെ ബനാറയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ, ആ ഒരു പ്രൊഫസർ എവിടെ അയാൾ ആ ഒരു സ്റ്റോറിയിൽ എവിടെയും പോലും വരുന്നില്ല. അപ്പോൾ അത് പുരുഷന്മാരെ ബാധിക്കുന്നില്ല, ഒക്കെ സ്ത്രീകളെ മാത്രമാണ് ബാധിക്കുന്നത്. അതും സോഷ്യൽ ഹൈറാർക്കി, പുരുഷന്മാർ മേലെ സ്ത്രീകൾ താഴെ, അതാണ് ആ ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളെ അടിച്ചമർത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. പിന്നെ ലാസ്റ്റ് ചോദിക്കുന്നത് അമേരിക്കൻ ട്രാൻസെൻഡൻ്റലിസം, റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ റൊമാൻറ്റിസിസം, രണ്ടും നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും പഠിച്ചിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മളിപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഒക്കെ അതാ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിച്ചും തിരിച്ചും തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ കാര്യമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, എന്നാൽ